നൈനുകുട്ടീനെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടതിന് ശേഷം വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ റോഡ് സൈഡിൽ കാണാറുള്ള ഈ ആലില ഞാൻ എന്നും നോട്ടിട്ട് വെക്കാറുണ്ട് കേട്ടോ. റോഡ് സൈഡ് ആയതുകൊണ്ട് പൊട്ടിച്ചെടുക്കാനായിട്ട് ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു. ആർക്കും വേണ്ടാണ്ട് റോഡിൽ വെറുതെ നിൽക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചധികം പൊട്ടിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് നേരെ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കി വെച്ചു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇതേപോലെ നന്നായിട്ടൊന്ന് അഴുകി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ ദിവസം വെക്കുമ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ്. ഒരു ചെറിയ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഉരച്ചു കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് പിന്നെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ നമ്മുടെ ലീഫ് സ്കെലിട്ടൺ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ചധികം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്തു കേട്ടോ. പിന്നെ ഇത് ഈ ഒരു ചിത്രമാണ് ഈ ലീഫ് സ്കെലിട്ടണിൽ ഞാൻ വരച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഗോൾഡൻ കളറുള്ള 3D പേസ്റ്റ് കൊണ്ടാണ് കേട്ടോ ഞാൻ അത് വരച്ചെടുക്കുന്നത്. പേപ്പറിൻ്റെ മുകളിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ലീഫ് സ്കെലിട്ടൺ വെച്ചിട്ടാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. വരകൾ പരസ്പരം കൂട്ടിമുട്ടാണ്ട് വേണം വരച്ചെടുക്കുക. പിന്നെ ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമ്മളൊരു ഫ്രെയിമിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഫ്രെയിം ഞാൻ പേപ്പർ വെച്ചിട്ടുണ്ടാക്കിയതാണ്. ഇതിൻ്റെ റിലേറ്റഡ് വീഡിയോ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ആർട്ടാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.